രമേശ് പിഷാരടിക്ക് പാലക്കാട് ലീഡുണ്ട്. 1524 ഒടിഞ്ഞ് പാലക്കാട് മുന്നിൽ നിൽക്കുകയാണ് രമേശ് പിഷാരടി. നമ്മൾ 2021 ഫോട്ടോ ഫിനിഷിലേക്ക് പോയത് പാലക്കാട്ടെ കാര്യങ്ങളായിരുന്നു. തീർച്ചയായും ഷാഫി പറമ്പലിനെ പോലെ ഒരാൾ അത് ഈ ശ്രീധരനോട് ഈ രീതിയിൽ ഈ രീതിയിലായിരിക്കില്ല ജയിക്കുമെന്ന് കരുതി. പക്ഷേ ഈ ശ്രീധരൻ വലിയ രീതിയിൽ വോട്ട് പിടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ അത് നേരത്തെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുത്ത ഒരു ബെൽറ്റാണ്. അവിടെയാണ് വീണ്ടും ശോഭാ സുരേന്ദ്രൻ വരുന്നത് എന്നതുകൂടി കാണണം. ശോഭാ സുരേന്ദ്രൻ വലിയ ഒരു മത്സരം തന്നെയാണ് അവിടെ കാഴ്ചവെച്ചത്. തുടക്കം മുതൽ വലിയ ലീഡിലേക്ക് ശോഭ പോയിരുന്നു, പിന്നീട് അത് കുറഞ്ഞു. ഇപ്പോൾ രമേശ് പിഷാരടി കുറച്ച് സമയങ്ങളായി തന്നെ 1500 മുകളിലേക്ക് ഒരു ലീഡിലാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ കണക്ക് 97 UDF, 42 LDF, ഒരു സീറ്റിൽ അത് നേമത്ത് NDA തുടർച്ചയായി തന്നെ രാജീവ് ചന്ദ്രശേഖർ അവിടെ നിലനിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും രാജീവ് ചന്ദ്രശേഖർ പിന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നില്ല. നമ്മൾക്ക് ഈ ചിത്രങ്ങൾ സംസ്ഥാന തലത്തിലെ മുഴുവൻ ചിത്രങ്ങളും പരിശോധിക്കുമ്പോൾ കാണാം, അത് മധ്യ കേരളത്തിൽ പൂർണ്ണമായും തന്നെ അത് ഒരു തരത്തിൽ നീല നിറത്തിൽ കാണുന്ന തരത്തിലാണ്. അവിടെ മധ്യകേരളം പൂർണ്ണമായും തന്നെ UDFന് അനുകൂലമായി വിധി എഴുതിയിരിക്കുന്നു. അതായത് VD സതീശൻ പറഞ്ഞിരുന്നു, കാസർഗോഡ് നിന്ന് മധ്യകേരളം എത്തുമ്പോൾ എറണാകുളത്തേക്ക് എത്തുമ്പോഴത്തേക്കും ആ രീതിയിലാണ് കാര്യങ്ങൾ. VD സതീശൻ നേരത്തെ അത് മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞ ആ കണക്ക് കൂട്ടലുകൾ അത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇത്തവണയും പറയുന്നത്. അദ്ദേഹം 100 സീറ്റ് എന്ന് പറഞ്ഞു, ഇപ്പോഴും 97 നിൽക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞതുപോലെ കോർപ്പറേഷനുകളും നഗരസഭകളും പഞ്ചായത്തുകളും അത് ഈ തരത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന ഭൂരിപക്ഷം അദ്ദേഹം പ്രവചിച്ചു. ആ രീതിയിൽ തന്നെയായിരുന്നു ഈ കണക്കുകൂട്ടൽ. ചേലക്കര ഒഴിച്ച് ബാക്കിയെല്ലാം പറഞ്ഞതുപോലെ തന്നെ UDFനൊപ്പം നിന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ VD സതീശൻ പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിന്ന ഒരു നേതാവാണ്. മുകൾ തട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കണക്കുകളായിരുന്നില്ല, അത് താഴെ തട്ടിൽ തന്നെ ആ പ്രവർത്തനങ്ങൾ നടന്നു. UDFന്റെ കണക്കുകൾ, നമ്മൾ ഈ കണക്കുകൂട്ടലുകൾ പലപ്പോഴും ഇടതുപക്ഷത്ത് നിന്ന് കിട്ടുന്നത് പോലെയല്ല. ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം 40,000 കടന്നിരിക്കുന്നു. വമ്പൻ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ. മൈക്കില്ല, ബാനറില്ല, ഫ്ലെക്സ് ബോർഡുകളില്ല, പോസ്റ്ററുകളില്ല, പ്രചാരണ വാഹനങ്ങളില്ല. പ്രചാരണത്തിന് വേണ്ടി മറ്റാളുകൾ വേണ്ടെന്നും പറഞ്ഞ ചാണ്ടി ഉമ്മന് 40,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്ത് പുതുപ്പള്ളിക്കാർ വീണ്ടും അവരുടെ MLA ആക്കി മാറ്റിയിരിക്കുന്നു. ഈ ഫ്ലെക്സിനും ബാനറിനും വേണ്ടി ഉപയോഗിക്കുന്ന കാശുകൊണ്ട് നിർധനരായ യുവാക്കൾക്ക്, നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ചു നൽകാമെന്ന് പറഞ്ഞ ആ കണക്ക് അല്ലെങ്കിൽ ആ ചിന്ത അത് പുതുപ്പള്ളിക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. 40,160. അതിനിടയ്ക്ക് തന്നെ പറയണം, കഴക്കൂട്ടത്ത് ഈ കടകംപള്ളി സുരേന്ദ്രന്റെ ലീഡ് വളരെ കുറഞ്ഞിട്ടുണ്ട്. 100-ലധികം സീറ്റിന്റെ ലീഡിലേക്ക് അത് മാറിയിട്ടുണ്ട്. 8 വോട്ട് NDA 2. നേമത്തും കഴക്കൂട്ടത്തും മുരളീധരൻ, മുരളീധരൻ കണക്ക് കൂട്ടിയിരുന്നു. BJP കഴക്കൂട്ടം അവരുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു, അവരുടെ മനക്കണക്കിൽ ഉണ്ടായിരുന്നു. അതേപോലെ ലീഡ് എടുക്കുന്നു മുരളീധരൻ. എത്രയോ കാലമായി കഴക്കൂട്ടത്ത് നിന്ന് പ്രവർത്തിച്ച് കഴക്കൂട്ടത്തെ ഓരോ മുക്കും മൂലയും മറിഞ്ഞ് പ്രവർത്തിച്ചിരുന്ന മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി. അല്ലെങ്കിലും കഴക്കൂട്ടത്തെ നേരത്തെ മത്സരിച്ച് വോട്ടുയർത്തി അടിത്തറയുണ്ടാക്കിയ മുരളീധരൻ 8 വോട്ടിന് ലീഡ് ചെയ്യുന്നു കഴക്കൂട്ടത്ത്. അത് വെറും 7,000 വോട്ട് മാത്രമുണ്ടായിരുന്ന സ്ഥലമാണ് കഴക്കൂട്ടം.